എല്ലാവനും ഉണ്ടാവും. എങ്കിൽ ഞങ്ങളുണ്ടാവും ദേവാ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്പന്ദമാകണം. സ്വാമിയെ കണ്ട് ഒത്തിരി സങ്കടം പറയാനുണ്ടായിരുന്നു. കണ്ടപ്പോ സന്തോഷമായി. ഒരു സ്വാമിയെ കാണാൻ കഴിഞ്ഞല്ലോ. ഭഗവാന് എല്ലാം നാം അറിയുന്നുണ്ടോ? സ്വാമി അയ്യങ്കാളിയാണ്. നാം കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അയ്യങ്കാളെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. സ്വാമിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് പലവട്ടം നാം ചിന്തിച്ചു. സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ ഇപ്പോഴാണ് സാധിച്ചത്. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. നമുക്ക് മുന്നേ ഒളിഞ്ഞും തെളിഞ്ഞും സംഘടനാ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു അല്ലേ ഗുരുവേ? ചേറിലും ചെളിയിലും ചാട്ടവാറടിയേറ്റ് കാൽ കുഴഞ്ഞു വീണവർക്ക് വേണ്ടി, നൂറുമേനി കൊയ്തുകൂട്ടി കൈ കുഴഞ്ഞു പോയവർക്ക് വേണ്ടി, ചുട്ടുപൊള്ളും ചൂടുകൊണ്ട് വെയിൽ കൊണ്ട് മേനി കറുത്തു പോയവർക്ക് വേണ്ടി, പണിയെടുത്താൽ കൂലിയില്ലാത്തവർക്ക് വേണ്ടി, പട്ടിണി കിടന്ന കുഞ്ഞിനെ പാതിരാ നേരത്ത് പതിരി പുഴുങ്ങി വെള്ളം കൊടുത്ത അമ്മമാർക്ക് വേണ്ടി, അവരുടെ മക്കളെ പാടവരമ്പത്ത് പട്ടി കടിച്ച് വലിച്ചു കീറി കൊന്നതും പതിരില്ല കഥയല്ല, പഴം പാട്ടുമല്ല, ചുടുകണ്ണീരൊഴുക്കിയ ദുരവസ്ഥയാണ്. ദുരവസ്ഥ. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അക്ഷരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം, നല്ല വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്തിന്? ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ അഴകുള്ളൊരു പേരിടാൻ പോലും അവകാശമില്ല ഗുരുവേ. ഇതെല്ലാം നേടിയെടുക്കാനുള്ള കഠിനമായ പോരാട്ടത്തിലാണ് നാം. ഇവരെല്ലാം നിശബ്ദരാകണോ ഗുരുവേ? സബ് ചിന്തകൾക്ക് എന്നും വിജയമുണ്ടാവും. സമുദായത്തിൽ 10 ബിയക്കാരുണ്ടാകണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാളിയുടെ ആഗ്രഹം സഫലമാകും. പട്ടാപ്പകൽ പോലും അറിവിന്റെ വെളിച്ചമില്ലാതെ പോയ, കരഞ്ഞ് കണ്ണീർ പറ്റിയവർ, സ്വപ്നം കാണാൻ അവകാശമില്ലാത്തവർ, അവരുടെ ഏക ആശ്രയമായ എന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആ ദുഃഖം എന്നെ വല്ലാതെ ചുട്ടുപൊള്ളിക്കുന്നു. ആ വേദന നാം ആരോട് പറയും? സ്വപ്നയുടെ മുന്നിൽ ഞാനും ഒരു കുഞ്ഞായി പോകും. കുഞ്ഞിന് മാത്രമേ വളരാൻ കഴിയൂ. മലയിലിരുന്നൊരു കല്ല് മഞ്ഞും മഴയും വെയിലും കൊണ്ട് അടർന്നു വീണു. അരുവിയിലൂടെ ഒഴുകി ഒഴുകി തട്ടിൽ വന്നു ചേർന്നു. സ്വരൂപനായി മാറും. കല്ലിനുമുണ്ട് ഒരു സുഖദുഃഖത്തിന്റെ കഥ. താൻ കരഞ്ഞിട്ടുണ്ട്. നെയ്യാറിൻ ശങ്കരൻകുഴിയിൽ മുങ്ങി നിവർന്നു ശിവശിലയുമായി. അരുവിപ്പുറത്ത് പുലർകാലെ നിശ്ചലനായി നിന്നു. ഈശ്വരനില്ലാതെ പോയ സർവചരാചരങ്ങൾക്കും വേണ്ടി അന്ന് നാം കരഞ്ഞു.
കാളി നമ്മുടെ മുന്നിൽ ചെറുതല്ല, മഹാത്മാവാണ്. മഹാത്മാ അയ്യൻകാളി. സ്വാമിയുടെ വാക്കുകൾ നമുക്ക് കൂടുതൽ ആനന്ദവും അനുഗ്രഹവുമാണ്. അജ്ഞതയിൽ ആണ്ടുപോയവരെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. കാലം കരുണ കാട്ടാതിരിക്കില്ല. അതിനായി വിവിധ പ്രദേശങ്ങളിലായി കരുത്തുള്ളവരെ നാം കാണുന്നുണ്ട്. സാധുജന പരിപാലന സംഘം ഒരു നടപ്പ് വള്ളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കയറി ആരും കാണാതെ ആമചാടി തുരുത്തിൽ പോയി ദേവനെ ഒന്ന് കാണണം. അതും വിദൂരമല്ല. നമസ്തേ. മഹാഗുരുക്കന്മാരുടെ സന്നിധിയിലേക്ക് ആമചാടിത്തേവന് വരാനുള്ള അനുമതി ഉണ്ടാവണം. വരൂ, അകലം കുറച്ച് അടുക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ദേവനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട് ഒളിവിലാണ്. പ്രകാശബിംബങ്ങൾക്ക് മുന്നിൽ മാധവന്റെ പ്രണാമം. സമാന സ്വഭാവമുള്ളവർ എവിടെയും ഒരുമിച്ച് കൂടും. ആത്മസഹോദരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. പൂത്തോട്ട ശിവക്ഷേത്രത്തിൽ ദേവനും മാധവനും ഐത്തം ലംഘിച്ച് മണിയടിച്ചകത്തു കിടന്നു. ഇവർ ഈശ്വരന്റെ പ്രതിരൂപങ്ങൾ തന്നെ. സാക്ഷാൽ മാധവനും മഹാദേവനും. ഇത് മാറ്റത്തിന്റെ മണിനാഥമാണ്. വരും കാലങ്ങളിൽ മറ്റുള്ളവർക്കും മണിയടിച്ച് അകത്ത് കടക്കാനുള്ള മണിമുഴക്കാം. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സംഘടിതമായ ആക്രമണമായിരുന്നു. അതിശക്തമായി പ്രതികരിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഞങ്ങളിന്ന് മുഖ്യ പ്രതികളാണ്. പ്രതിക്കൂട് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഏതൊരു ജീവിതത്തിലും പ്രവൃത്തിയിലും ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാം. പ്രകീർത്തിക്കപ്പെടുന്ന ഒരു കാലം വരും. മുന്നോട്ട് തന്നെ നീങ്ങുക. ഏതു നിമിഷവും ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഉളച്ചു പൊന്തുന്ന ഏതൊരു പുൽക്കൊടിക്കും ഈ മണ്ണിൽ ഒരിടമുണ്ട്. അതിന് തടസ്സം വന്നാൽ അവരുടെ മുന്നിൽ ആംഗ്യം ചെയ്യിക്കാൻ അടിത്തട മുദ്ര പിടിക്കണം. പഠിപ്പിക്കാൻ കൂടി പഠിക്കണം. ചേറിലും ചെളിയിലും മണ്ണിലും കുഴഞ്ഞു പണിയെടുത്തിട്ടും ഒരു നേരത്ത് വിശപ്പടക്കാനാവാത്ത കർഷകന്റെ കണ്ണീരും വിയർപ്പും അധ്വാനവും അകത്തളങ്ങളിൽ ഉണ്ടുമുറങ്ങി സുഖിച്ചവർ മണ്ണിൽ തൊടാതെ നെതിയടിപ്പുറത്ത് വന്ന് ഒഴിതറിഞ്ഞപ്പോൾ അവരുടെ ശബ്ദമാണ് വൈക്കം സത്യാഗ്രഹ സമരം. അതിനുള്ള ചിട്ടവട്ടങ്ങളെല്ലാം ഒഴുങ്ങിക്കഴിഞ്ഞു വരിക. അവിടെ മഹാഗുരുവിൻ്റെയും മഹാത്മാജിയുടെയും സാന്നിധ്യവും ഉപദേശ നിർദ്ദേശങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സത്യധർമ്മങ്ങൾക്ക് മാതൃകയായ സത്യാഗ്രഹ സമരം. നാം അവിടെ എത്തും. നമുക്ക് ഇഷ്ടമില്ലാത്ത വേഷമാണല്ലോ ഉടുപ്പും തൊപ്പിയും. എങ്കിലും അതും ധരിച്ച് നാം അവിടെ ഉണ്ടാവും. മാധവ, ഇപ്പോഴീ പണക്കിന് സ്വീകരിക്കും. ഈ നിധി സമരപ്പന്തലിൽ ഉണർവും ഉന്മേഷവും ഉണ്ടാകും. അടിയും തൊഴിയും എത്ര കൊണ്ടെങ്കിലും ഈ പണക്കിഴി ഒരു നവോന്മേഷം പകർന്നിരിക്കുകയാണ്. വിജയം തൊട്ടടുത്തെത്തിയതുപോലെ. ദേവാ, ചിട്ടയായ പ്രവൃത്തിയിലൂടെ നാം വിജയം വരിക്കും. മാധവ, മാനം തെളിഞ്ഞു. മാനവ സേവയാണ് മാധവന്റെ സേവനം. ഗുരുവേ, ഇനി നിങ്ങൾ പോയി വരട്ടെ. ശരീരം രണ്ടെങ്കിലും മനസ്സൊന്നാണ്. ഇരുവർക്കും നാം മംഗളം നേരുന്നു. ദേവൻ, അല്പം കൂടി ശ്രദ്ധിച്ച് നീങ്ങുക. ശരി ഗുരുവേ. ഒരുപക്ഷെ ഈ പോരാട്ടത്തിൽ ഞാൻ മേലാളന്മാരുടെ അടിയും തൊഴിയും കൊണ്ട് മരണപ്പെട്ടേക്കാം. എന്നാലും എൻ്റെ അവസാന ശ്വാസം വരെ അടിയാളരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. പണിയെടുത്തും പട്ടിണികളൊന്നും ശീലിച്ചവർ, വിധേയത്വം കൊണ്ട് നട്ടല് വളഞ്ഞു പോയവർ, പൊരുതി നിവർന്നു നിൽക്കാൻ അവരെ നാം പഠിപ്പിക്കും. അയ്യങ്കാളി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ്, അജയനാണ്, വെളിച്ചമാണ്. ഇരുട്ടിലാണ്ടുപോയവർക്ക് അല്പം വെളിച്ചം പകരാൻ നമ്മുടെ രീതി വിഭിന്നമാണ് ഗുരുവേ. കാളിയുടെ രീതിയും നാം ഇഷ്ടപ്പെടുന്നു. അക്ഷരം പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചപ്പോൾ പാടശേഖരം തരിച്ചിട്ടതും കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞതും
മണികെട്ടിയ വില്ലുവണ്ടി രാജവീതിയിലൂടെ പൊടിപറത്തി പാഞ്ഞതും അതിൽ ധീരനായി നിന്ന് ശിരസുയർത്തി നിന്ന അയ്യങ്കാളിയുടെ രൂപം ജനഹൃദയങ്ങളെന്നും ആവേശമുണർത്തും. അയ്യങ്കാളുടെ പോരാട്ടം വിജയിക്കും. നാം കൂടെയുണ്ടെന്ന് കരുതിക്കോളൂ. സ്വാമിയുടെ വാക്കുകൾ നമുക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഗാന്ധിജിയെ കാണാനുള്ള ആവേശത്തിലാണ് നാം. ഗാന്ധിയൻ ചിന്തകളും പുരാണ ഇതിഹാസങ്ങളും ഗുരുവിന്റെ കൃതികളും വായിച്ച നാൾ മുതൽ ഗുരു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നന്നായി സംസാരിക്കുന്നു. ഇത് തേവനല്ല, ദേവനാണ്. നമുക്ക് വൈക്കത്തെത്താൻ സമയമായി. മഹാത്മാഗാന്ധി ഇണ്ടന്തുരുത്ത് മനയുടെ മുറ്റത്ത് എത്തിക്കാണും. ഗാന്ധിജിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ വൈക്കം സത്യാഗ്രഹം ലോക ശ്രദ്ധ പിടിച്ചു പറ്റും. നമുക്കൊരുമിച്ച് അവിടെ കാണാം. ഇപ്പോൾ നാം പോയി വരട്ടെ. ശരി ഗുരുവേ. നമ്മൾ സത്യത്തിന്റെ വഴിയിലാണ്. സമയം പോയത് അറിഞ്ഞില്ല. ഗുരുവിന്റെ വാക്കും രൂപവും ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്നില്ല. ഗുരുവചനങ്ങൾ പാഴ്വാക്കല്ല ദേവാ. നമുക്ക് വലിയൊരു മാറ്റം വരുമല്ലേ? തീർച്ചയായും. ദേവന്റെ അറിവ് ഇവിടെയുള്ള യുവതലമുറകൾക്കും പകർന്നു കൊടുക്കണം. കൂട്ടത്തിൽ നമ്മുടെ കളരി അഭ്യാസ മുറകളും പഠിപ്പിക്കണം. നമുക്കും ഭീഷണിയുണ്ട് ദേവാ. വൈക്കത്തെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വടയാറും തലയുലപ്പറമ്പിലും യുവാക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവരെയും കളരി അഭ്യാസം പഠിപ്പിക്കണം. അത് ശരിയാണ്. പൂത്തോട്ടയിൽ കൂടി വെള്ള ഉടുപ്പും മുണ്ടുമിട്ട് നടന്ന എൻ്റെ ദേഹത്ത് ചെളിവെള്ളം കലക്കി ഒഴിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കെട്ട് പുകല കൊണ്ട് വെച്ച് മനസ്സറിയാതെ എന്നെ കള്ളക്കേസിൽ പ്രതിയാക്കി. പിടികൊടുക്കാതെ ഞാൻ ഒളിയിൽ പോയത് തിരുവാർപ്പിൽ. അവിടുത്തെ കാര്യം ഇതിലും കഷ്ടമാണ്. കുമരകം മലരിക്കൽ പാടത്ത് കുറ്റൻ കാളകളോടൊപ്പം പട്ടിണിക്കോലങ്ങളുടെ തോളിൽ മുഖം വെച്ച് കെട്ടി പാടത്തിഴയുന്ന പോത്തിനെ പോലെ മുതുകത്തടികൊണ്ട് കരയുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ കരച്ചിൽ കേട്ട് ആനന്ദിക്കുന്ന തമ്പുരാക്കന്മാർ, ഒടുവിൽ ഇഴഞ്ഞും വലിഞ്ഞും പാടവരമ്പിൽ കയറി വരുമ്പോൾ അവരുടെ ചെറുമക്കൾ ഓടിയെത്തി മുതുകിലെ മുറിവിൽ വിരലുകൾ ഓടിച്ച് കരയുന്നത് കണ്ടപ്പോൾ എന്റെ ചങ്ക് തകർന്നുപോയി. അടികൊണ്ട മുറിവിൽ അടികൊള്ളുന്ന അടിയാളവർഗം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ചെറ്റക്കുടിയിലോ പാടവരമ്പത്തോ വെച്ച് തൊടാൻ വരുന്ന തമ്പ്രാക്കൾ ആരായിരുന്നാലും ശരി, ജീവനോടെ തിരിച്ചു പോകില്ല. അടികൊണ്ട് മാത്രം ശീലിച്ച അടിയാളവർക്കും ഇനി മുതൽ തിരിച്ചടിക്കണം. എന്താണ് പൊന്നാച്ചി? അല്ല, നിങ്ങളുടെ ആരാ? നീ എന്റെ ഭാര്യ, എന്റെ പൊന്നുപോലത്തെ പൊന്നാച്ചി. പൊന്നിന് മക്കൾക്ക് അരി മേടിക്കാൻ പോയതാണ്. അരിയപ്പ കൊണ്ടുവരൂ. നോക്കിയിരുന്ന് കണ്ണു കഴിച്ചല്ല. ഒടുവില്ല, അരിയില്ല, ആടിച്ചൊന്നുമില്ല. എടി വാഗീരിയ തമ്പുരാൻ അരി തരും. അരി കണ്ട കാലം മറന്നു. അരിയില്ലെങ്കിലും അരിയായി സുണ്ടടി. പരിസരം നോക്കാണ്ടേ വല്ലം വിളിച്ച് പറഞ്ഞു കിട്ടാ. നീ പറഞ്ഞോ, പക്ഷെ നമ്മുടെ മുറ്റത്ത് ഓടിക്കളിക്കണ പിള്ളേര് കേക്കരുത്. ഓടിക്കളിക്കണത് പിള്ളാരല്ല, പോലീസേമാരാണ്. ആ, അത് നിന്റെ ഒന്ന് പുതിയ തെറിവല്ലോം കേട്ട് പഠിക്കാനാകും. ഇത് കേട്ടിട്ട് എനിക്ക് ആകെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. ചൊറിയലുണ്ടേ നീ മാന്ത്. അല്ലേ ഞാൻ മാന്തനാ? അധികം മാന്തല്ലേ. കുറച്ച് ദിവസമായി കുഞ്ഞുങ്ങ പോലീസിനെ കണ്ട് പേടിച്ച് ആമചാട് പോലെ കാട്ടിലും കരിയിലും ഒളിക്കുന്നു. മൂന്തി
അറുക്കുമ്പം കരിക്കാച്ച ഞണ്ടിനെ പോലെ പതുങ്ങി പതുങ്ങി കയറി വരും. ആര്? നിന്റെ അപ്പനാ? അല്ല, നിങ്ങളുടെ പൊന്നു മക്കള്. എടി അവരെവിടെ പോയാലും വരും. അവരെ എന്റെ മക്കളാ. ആണിച്ചൻ ഇന്ന് എന്നെ ഒന്ന് കേട്ടേ പറ്റുള്ളൂ. നീ പറ. പുതിയതാണെങ്കിൽ ഞാൻ എഴുതി എഴുതി പഠിക്കാം. അവന് എഴുതാനും വായിക്കാനും എനിക്ക് പഠിപ്പുണ്ട്. അത് കാരണം രണ്ടു കുടിയിലും കൂടിയുള്ള പിള്ളേരുടെ എണ്ണ എടുക്കാൻ പോലും എന്നെ അറിയാൻ പാടില്ല. പിള്ളേര് പുറത്തോട്ട് പോകുമ്പോ ഒരു കുഞ്ഞു കല്ല്, അടുത്ത പുള്ള പോകുമ്പോ വേറൊരു കല്ല്, ഇങ്ങനെ കുറച്ച് കല്ല് കൂട്ടി മൂലപ്പ് വെച്ചേക്കാണ്. അതിൽ നിന്ന് ഒരു കല്ല് പോയാൽ പുള്ള ഒന്ന് പോയത് തന്നെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാടി. എന്നാത്തിന്? പുള്ളേരെ തരാം. അല്ല അല്ല അല്ല, പുള്ളേരെ നോക്കാം. ഉള്ളതിന് തന്നെ വളർത്താൻ ഞാൻ പുല്ലും പൂവും പറിച്ച് നടക്കേണ്. പൂവരിക്കാൻ നിനക്കെന്താടി? പൂജ എന്തോ? പൂജിച്ചും പുന്നരിച്ചും എന്റെ അടുത്തോട്ട് വരരുത്. നിന്നെ കാണുമ്പോ എനിക്ക് പൂജിക്കാ തോന്നും. പൂജിച്ചും പുന്നരിച്ചും അടുത്ത് വന്നാലേ പെറുക്കി വെക്കാൻ ഇനി കല്ലില്ല. കല്ലില്ലെങ്കിൽ നമുക്ക് കക്കാൻ പെറുക്കി വെക്കാൻ പറ്റും. കക്കാന് ഛർദിക്കാനും ഏനിന് മേലെ ഉള്ളതിനെ തന്നെ വളർത്തി ജീവിച്ചാ മതി. ജീവിക്കുപടി നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കും. നീ നോക്കിക്കോ, അമ്മചാടി തുരുത്തിൽ നമ്മുടെ കൂടെ പിള്ളേരെയും കൂട്ടി ഞാനൊരു രാജാവിനെ പോലെ ജീവിക്കും. അപ്പോ നീ ആരാ? ഇടി കൊട്ടാരത്തിലെ റാണി. കൊട്ടാരത്തിലെ റാണി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കൊട്ടാരത്തിന്റെ കടിലാസം നിങ്ങ 100 ചക്രത്തിന് പണയം വെച്ചില്ലേ? എടി, അത് നമ്മുടെ വസ്തുവിന്റെ പ്രമാണം. മുതലാളന്റെ പെരയിലിരുന്നാൽ മഴ നനയാതിരിക്കുമല്ലോ. അതിന് കിട്ടിയ കാശിനി കുറെ പുസ്തകം മേടിച്ച് ആടിച്ചന് വിവരം കൂട്ടി. പക്ഷെങ്കിൽ ജീവിക്കാൻ പഠിച്ചില്ല. ഓ, നിന്നോട് ഇത് ആര് പറഞ്ഞടി പൊട്ടി? എന്നെ പൊട്ടിയൊന്നും ആക്കണ്ട. മീൻ തപ്പാൻ പോണ പെണ്ണുങ്ങ് പറയണത് ഞാൻ കേട്ടായിരുന്നു. നീ എന്ത് കേട്ട്? പൂത്തോട്ടെ ചെന്ന് തമ്പ്രാക്കന്മാരുടെ അമ്പലത്തിൽ നിങ്ങൾ കേറിയെന്ന്. നേരാണോ? അതേടി, ഞാൻ അമ്പലത്തിൽ കയറി. അയ്യോ അയ്യോടെ മക്കളെ, ഇങ്ങനെ കാര്യം പോക്കായുടെ മക്കളെ. അയ്യോ അയ്യോ എടെ മക്കളെ, അച്ഛന്റെ കാര്യം പോക്കായുടെ മക്കളെ. അയ്യോ എന്റെ ദൈവങ്ങളെ, നിങ്ങൾക്കറിയാമോ ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അച്ഛനെ തല്ലിക്കൊന്നു വെട്ടിക്കൂട്ടി കൊട്ടയിലാക്കി കായലിൽ താഴ്ത്തിയെന്ന് അവര് സ്വപ്നം കണ്ടെന്ന്. നിങ്ങളെ ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഒത്തിരി രാത്രിയായപ്പോ എല്ലാരും കൂടി വിശന്ന് തളർന്ന് അടപ്പുമൂട്ടെ വന്നിരിപ്പായി. കുഞ്ഞുങ്ങളാണ് പുല്ലും കോട്ടയും പച്ചിലും പറിച്ചു കൊടുക്കാൻ. പിന്നെയും കരഞ്ഞപ്പോ കായലിൽ നിന്ന് കുറച്ച് ഉപ്പുവെള്ളം കോരി മംഗലത്തിൽ വെച്ച് തിളപ്പിച്ചോണ്ടിരുന്നു. അരിയില്ലാണ്ട് തിളക്കണ വെള്ളത്തിൽ വെറുതെ കയ്യിലിട്ടിളക്കിയിരുന്നു. ഒടുവില് കുഞ്ഞുങ്ങൾ വിശന്ന് തളർന്ന് കഞ്ഞി സ്വപ്നം കണ്ടുറങ്ങിക്കാണും. ഏനെന്റെ ഓടിക്കിടന്നു. നേരം വെളുത്ത് കൈ നീട്ടിയ എന്തെടുത്ത് കൊടുക്കും? നിങ്ങ പറ. ഒന്നാണെങ്കിൽ എടുത്തോണ്ട് വല്ല കായലിൽ ചാടായിരുന്നു. ഇതൊന്നുമല്ല, 9 അല്ലല്ലോ. എന്തോ എന്താ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. നീ ഇങ്ങനെ അയ്യോപത്തോന്ന് കരഞ്ഞാൽ ഞാൻ അകത്താവും. അയ്യോ, ഓ ഒന്ന് നിർത്തടി. നിർത്തി നിർത്തി. പക്ഷേ പോലീസുകാർ നിർത്തിയിട്ടില്ല. കണ്ടുകിട്ടിയ പൊന്നാണ് പൊന്നെ 1-ാം പ്രതി. എവിടെയെങ്കിലും പോയി ഒളിക്കും പൊന്നെ. എവിടെ പോയി ഒളിക്കും? എത്ര നാൾ ഒളിക്കും? ഇവിടെ ഒളിക്കും. ഇപ്പൊ ഇവിടെ ഒളിച്ചാലോ? അയ്യോ, അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചാലോ? അയ്യോ, ഒളിച്ചില്ലേ? അല്ലെങ്കിൽ എവിടെ ഒളിക്കും? എന്തോ എടി, നീ ഇങ്ങനെ വിറക്കാതെ. എടി, നിലത്ത് നിൽക്ക്. നിലത്തല്ലേ നിൽക്കണ? കണ്ണിലെന്താ കുരുവാ? എടി, അടങ്ങടി. അടങ്ങി പറയൂ. അതെ അതെ, തേങ്ങാക്കോല പറയാ. മാങ്ങാത്തോലി. ഇത് എന്തെന്നെ തല്ലിക്കൊല്ലുവല്ലോ, പറയേ. എടി, ആരും തല്ലിക്കൊല്ലുകയല്ല. നീ നോക്ക്, നമ്മളെ സംരക്ഷിക്കാൻ, നമുക്ക് കരുത്ത് പകരാൻ നമ്മുടെ അയ്യങ്കാളിയും
ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടടി. ദേ ഈ തേവനുണ്ടല്ല, അവരുടെ കൂടെയാണടി. നമ്മ രക്ഷപ്പെടുവാ. കിട്ടിയ അരി ഉള്ളിൽ വെച്ച് അകത്തടയിരിക്കാനുള്ളതല്ല. അധികാരികളോട് പടപൊരുതി പൊതുവഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കണം. നീ നോക്കിക്കോ, ലോകം കാണാൻ പോകുന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരത്തിൽ നിന്റെ ഈ ആമചാടിത്തേവനും ഉണ്ടാവുമടി. ഇവിടെ വന്ന് നിന്നാൽ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. ദേവനെയും ടി കെ മാധവനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിന്റെ കയ്യിലുണ്ട്. നിയമവിരുദ്ധമായി ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. എടി, നമ്മളും മനുഷ്യരാണ്. നിങ്ങളെ തിരക്കി ഉടനെ ചെന്നു. മുറ്റത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നതുകൊണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ പലവപ്പുറത്ത് കുറച്ച് പുസ്തകം ഇരിക്കണമുണ്ട്. അതിൽ നിന്നൊരു പുസ്തകം ഞാൻ ഇങ്ങെടുത്തു. ഇതിൽ ഈ മടക്കി വെച്ചിരിക്കുന്ന ഭാഗമൊന്ന് നീ ഒന്ന് വായിച്ചേ. നിനക്ക് വായിക്കാൻ അറിയാമോ എന്ന് എനിക്കും ഒന്ന് അറിയണമല്ലോ. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ, പേജ് നമ്പർ 51. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണമേ എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രവൃത്തി ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അതൊരു വ്യക്തിക്കും സമൂഹത്തിനും സുഖം ലഭിക്കണമെന്ന്. എന്തോന്ന്? അവരൊരുവന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരണമെന്ന്, സമൂഹം നന്നാവണമെന്ന്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ ദേവാ. നിലത്തെഴുത്ത് പഠിക്കുന്ന മറ്റു കുട്ടികൾ സ്ലേറ്റിലും വെള്ളപ്പേപ്പറിലും പിന്നെ വരയിട്ട പേപ്പറിലും എഴുതി പഠിക്കുമ്പോൾ തലവരയില്ലാത്തവർക്ക് വേണ്ടി സമൂഹത്തിന്റെ അക്ഷരത്തെറ്റ് തിരുത്താൻ ഞാനും മാധവനും ആലോചിച്ചു, പ്രവർത്തിച്ചു, പ്രതികരിച്ചു. എന്തെങ്കിലും തെറ്റുമൂലമെങ്കിൽ ക്ഷമിക്കണേ. ദേവനെ തൽക്കാലം ഈ രാത്രി വിലങ്ങു വെക്കുന്നില്ല. നേരം വെളുക്കുമ്പോൾ സ്റ്റേഷനിൽ ഹാജരായിക്കോളാം. ശരി. എന്നതാ പറഞ്ഞിട്ട് പോയ? ഇടി, അറിവ് ഒരായുധമാണ്. ആയുധം? ദേവൻ, ആയുധം വെച്ച് കീഴടങ്ങി. ഈ പുസ്തകം ഞാൻ കൊണ്ടുപോകും. എന്റെ മേലധികാരിക്ക് അറിവിന്റെ ആയുധം ഇത്തിരി കുറവാ. ദേവൻ, ആമചാടി ദേവൻ, അറിവിന്റെ നിറകുടമായി നിൽക്കുന്ന ആമചാടി ദേവനെ ഈ പോലീസ് വകയാ. എന്തോ ചത്താലും വേണ്ടിയില്ല, പിള്ളാരെ കൂട്ടി ഏങ്ങളും വന്നുണ്ട്. നീ എന്റെ പൊന്നാണ് പെണ്ണേ. പെണ്ണെ പുന്നാര പെണ്ണെ ഞാനൊരു പാട്ടുപാടാ. പാടത്തെ പൈങ്കിളി കൂട്ടുകൂടിത്തരും നീ എൻ്റെ ഇണക്കിളിയേ. നീ എൻ്റെ പെണ്ണെ പുന്നാര പെണ്ണെ ഞാനൊരു പാട്ടുപാടാ. പാടത്തെ പൈങ്കിളി കൂട്ടുകൂടിത്തരും നീ എൻ്റെ ഇണക്കിളിയേ. ഞാനില്ല ഞാനില്ല ഓലത്തുമ്പത്ത് കാക്കച്ചി കണ്ണു കണ്ടോ. പാടത്തിരിക്കണ പച്ചത്തവളകൾ കൂകിക്കുറുകുന്നുണ്ടേ. ഞാനില്ല ഞാനില്ല ഓലത്തുമ്പത്ത് കാക്കച്ചി കണ്ണു കണ്ടോ. പാടത്തിരിക്കണ പച്ചത്തവളകൾ കൂകിക്കുറുകുന്നുണ്ടേ. നീ എൻ്റെ പെണ്ണെ പുന്നാര പെണ്ണെ ഞാനൊരു പാട്ടുപാടാ. പാടത്തെ പൈങ്കിളി കൂട്ടുകൂടിത്തരും നീ എൻ്റെ ഇണക്കിളിയേ.
കൊച്ചു കൊതുമ്പു വള്ളത്തിൽ നമുക്കിനി ഒത്തൊരുമിച്ചു പോകാം. കൊച്ചരി വാളുമിനുക്കിയെടുത്താൽ പുത്തൻ കതിരു കൊയ്യാം. കൊച്ചു കൊതുമ്പു വള്ളത്തിൽ നമുക്കിനി ഒത്തൊരുമിച്ചു പോകാം. കൊച്ചരി വാളുമിനുക്കിയെടുത്താൽ പുത്തൻ കതിരു കൊയ്യാം. ഒത്തിരി നാളായി കണ്ട കിനാവുകൾ കൊത്തിവിരിച്ചല്ലോ, പിച്ച നടന്നു കളിച്ചൊരു സ്വപ്നം പൊട്ടിവിടന്നല്ലോ. ഒത്തിരി നാളായി കണ്ട കിനാവുകൾ കൊത്തിവിരിച്ചല്ലോ, പിച്ച നടന്നു കളിച്ചൊരു സ്വപ്നം പൊട്ടിവിടന്നല്ലോ. നീ എന്റെ പെണ്ണെ പുന്നാര പെണ്ണെ ഞാനൊരു പാട്ടുപാടാം. പാടത്തെ പൈങ്കിളി കൂട്ടുകൂടിത്തരും നീ എന്റെ ഇണക്കിളിയേ. പച്ചപ്പനന്തത്തെ പാടിപ്പറക്കുന്നതാരോട് ചോദിച്ചിട്ടാ, കുഞ്ഞിക്കുരുവികൾ കൂടുമെനയുന്നതാരോട് ചോദിച്ചിട്ടാ. പച്ചപ്പനന്തത്തെ പാടിപ്പറക്കുന്നതാരോട് ചോദിച്ചിട്ടാ, കുഞ്ഞിക്കുരുവികൾ കൂടുമെനയുന്നതാരോട് ചോദിച്ചിട്ടാ. താമരച്ചോലയിൽ മുട്ട വിരിയുന്നതെങ്ങനറിയാനാ, ഞാൻ കാണും സ്വപ്നത്തിൻ വർണ്ണപ്പാകിട്ടുകൾ എങ്ങനറിയാനാ. താമരച്ചോലയിൽ മുട്ട വിരിയുന്നതെങ്ങനറിയാനാ, ഞാൻ കാണും സ്വപ്നത്തിൻ വർണ്ണപ്പാകിട്ടുകൾ എങ്ങനറിയാനാ. നീ എന്റെ പെണ്ണെ പുന്നാര പെണ്ണെ ഞാനൊരു പാട്ടുപാടാം. പാടത്തെ പൈങ്കിളി കൂട്ടുകൂടിത്തരും നീ എന്റെ ഇണക്കിളിയേ. തെയ്യന്നം തെയ്യും തെയ്യത്തിനെന്തോം തെയ്യന്നം തെന്നാടാ, തെയ്യന്നം തെയ്യും തെയ്യത്തിനെന്തോം തെയ്യന്നം തെന്നാടാ. തെയ്യന്നം തെയ്യും തെയ്യത്തിനെന്തോം തെയ്യന്നം തെന്നാടാ, തെയ്യന്നം തെയ്യും തെയ്യത്തിനെന്തോം തെയ്യന്നം തെന്നാടാ. അപ്പ വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. ഇന്നലത്തെ കഥകളിയൊക്കെ കണ്ട് ജപഹോമാദികൾ കഴിഞ്ഞപ്പോൾ തിരുമേനയാകെ അവശനായി. എങ്ങനെ അവസരമാവാതിരിക്കും? 1008 നാളികേരവും അതിനടുത്ത ഹോമദ്രവ്യങ്ങളും മന്ത്രങ്ങളും. വിയർത്തു കുളിച്ചു. നറു നെയ്യുടെ ചൂടല്ലേ, വെട്ടി വിയർത്തു. അതെ അതെ, പൂജയ്ക്ക് ശേഷമുള്ള സദ്യവട്ടത്തിലും വെട്ടി വിയർത്തു. ഒറ്റേ നമുക്കിട്ടൊന്ന് താങ്ങിയതാണോ? ശുംഭൻ, വഷളൻ, ഛീ. നോക്കി തിരുമേനി പായസം ആസ്വദിച്ചൊഴിച്ചൊഴിച്ച് കൈതക്കി കുടിച്ചെന്ന് പറഞ്ഞതാണ്. ഭഗവാൻ തന്നതല്ലേ, കുംഭ നിറഞ്ഞു. ഇല്ലത്തിലെത്തി 4 കൂട്ടി മുറുക്കിയൊന്ന് മയങ്ങ്, ദഹിക്കട്ടെ. ഒറ്റേ നാളത്തെ പൂജ കിഴക്കേ മഠത്തിൻ്റെതാണ്. കൂടുതൽ നാളികേരവും വിറകും കരുതണം. പ്ലാവിൻ വിറക് തീർന്നു. തീർന്നു നാളികേരവും തീർന്നു. തീർന്നു. അതിനാ മുണ്ടും മടക്കി കുത്തി തിരുമേനി തന്നെ തെങ്ങിൽ കയറേണ്ടി വരും. ഈ ശങ്കരപ്പുരം വിളിക്കുന്നുട്ടോ. ശിവ ശിവ, നോമി തെങ്ങിൽ കയറാനോ? എന്താ കഥ? ഹോമകുണ്ടത്തിന്റെ മുന്നിൽ നിന്ന് മാത്രമേ തിരുമേനി വേർത്തിട്ടുള്ളൂ. അതിലെരിയുന്ന മടലും ചിരട്ടയും എള്ളും നെല്ലും പൂവും പുല്ലും മറ്റു സാമഗ്രികളും ഭഗവാന് വേണ്ടി ശേഖരിച്ച് ആദ്യം വിയർക്കുന്ന ഒരു താഴ്ന്ന വിഭാഗം പുറത്തുണ്ട്. എന്താ ശരിയല്ലേ? എല്ലാ ശരിയും വിളിച്ചു പറയാനുള്ളതല്ല. ഇവറ്റകൾ പുറം പണിക്ക് ജനിച്ച നീചവർഗം. അവരാ പണി നിർത്തി അകത്ത് കടക്കാനുള്ള ശ്രമത്തിലാണ്. എന്ത്? തീണ്ടാ പലകയ്ക്കും അപ്പുറം നിന്നവർ അകത്ത് കിടക്കുകയോ? നാം എന്തായി കേൾക്കുന്നേ? പൊതുവഴിയിലൂടെ സഞ്ചരിക്കുവാനും
ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു. തിരുമേനിയുടെ കാര്യം സ്വാഹ. ശിവ കൊന്നുകളയും. എന്റെ കാര്യം തിരുമേനി അവരെ പിടിക്കും. മോം അവരുടെ കുത്തിക്കാനോ? മോം അവരെ തൊട്ട് അശുദ്ധമാവാനോ? ശിവ ശിവ, ദൃഷ്ടിയിൽ പോലും കാണണ്ട. വൈക്കം കായലിലെ മലവെള്ള ഇരമ്പി വരുന്നത് പോലെ കീഴാളവർഗവും കൂട്ടരും പടിഞ്ഞാറ് നടയിൽ ഒത്തുകൂടി കഴിഞ്ഞു. മോം എന്താണ് ഈ കേൾക്കുന്നത്? നാനാഭാഗത്തുനിന്ന് നിരവധി നേതാക്കളും അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഗുജറാത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയും വൈക്കം ബോട്ട് ചെട്ടിയിൽ വന്ന് ഇറങ്ങി എന്നാണ് അറിവ്. സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹം മുളയിലേ നുള്ളണം. ഇല്ലെങ്കിൽ ഇവറ്റകൾ ഈ അമ്പലവും അമ്പലക്കുളവും അശുദ്ധമാക്കും. ശ്രീകോവിലിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി വന്ന് നീരാടുന്ന ദിവ്യതീർത്ഥ കുളമാണിത്. ദിവ്യതീർത്ഥം അന്തർജനമായി ശൃംഗരിച്ച് അകത്തുള്ള ശയനപ്രദോഷവും കഴിഞ്ഞ് പുലർകാല എണ്ണയും തേച്ച് കുളത്തിൽ വന്നിറങ്ങും. ഇഞ്ചപ്പത കൊണ്ട് ആരും കാണാത്തടത്തുള്ള ചൊറിയും ചിരകളൊക്കെ തേച്ച് ഉരുട്ടിയൊക്കെ ഇറക്കും. മുറുക്കിച്ചു വന്ന വായിൽ ആ കുളത്തിലെ വെള്ളം തന്നെ കോരിയകട് നിറയ്ക്കും. ഇതുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. കൊതുക് മുട്ടയിട്ട് വരുന്ന ഈ വെള്ളമാണോ ദിവ്യതീർത്ഥം? മന്ത്രം ചൊല്ലുന്ന നാവ് കൊണ്ട് മോം ചീത്ത വിളിക്കണോ പോറ്റി? ഇവറ്റകൾ എന്താ പോറ്റിയത്? മന്ത്രം ചൊല്ലുന്ന നാവ് കൊണ്ട് ഇവറ്റകൾ ചീത്ത വിളിക്കണോ പോറ്റി? ആരുടെയും ഭാഗം പറഞ്ഞതല്ല, ചില നിറഭേദം പറഞ്ഞതേ ഉള്ളൂ. ഈ നിറഭേദം ഇഷ്ടമാണെങ്കിൽ അവറ്റകളുടെ ചുറ്റമാടത്തിൽ പോയി കിടക്കാം. ഞാൻ ആരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്താണോ അതോ അവരുടെ ഭാഗത്താണോ? ആരുടെയും ഭാഗം പറഞ്ഞതല്ല, ചില നിറഭേദം പറഞ്ഞതേ ഉള്ളൂ. ആ നിറഭേദം ഇഷ്ടമാണെങ്കിൽ അങ്ങ് പോവാ. തിരുമേനി ചില ചെറ്റമാടത്തിൽ കയറി മുടല വിളിച്ച് അകത്ത് കടന്ന കഥ നാം പറയണോ? പോറ്റി, നമ്മൾ തമ്മിൽ ഈ കടിപിടി വേണോ? ആ വേണോ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട. ഇവറ്റകൾ ഇളകിമറിഞ്ഞു വന്നാൽ നാം ഇപ്പൊ എന്താ ചെയ്യുക? പ്രമാണിമാരെ വിളിക്ക. വേഗം വേണം. വിളിക്കാവേ. ഓ എന്റെ വൈക്കത്തപ്പാ. വൈക്കം സത്യാഗ്രഹ സമരം പലരെയും അസ്വസ്ഥമാക്കുന്നു. അതെ, സാമ്പാറും തൈരും കഴിച്ച് അകത്തടയിരുന്നവർ പുറത്തിറങ്ങി കുതന്ത്രം മെനഞ്ഞു തുടങ്ങി. നമ്മൾ കൂടുതൽ ശക്തരാകേണ്ടിയിരിക്കുന്നു. അതെ, അല്ല നമ്മുടെ വേലുക്കുട്ടി ആശാനല്ലേ? ഞങ്ങൾ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ആലപ്പുഴ, അമ്പലപ്പുഴ, അടൂര്, പിന്നെ തോട്ടപ്പള്ളി, പാണാപ്പള്ളി, അവിടെയെല്ലാം സമര സന്ദേശം എത്തിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വൈക്കത്തിൻ്റെ തീരദേശങ്ങളിൽ സമരപണ്ട് സ്വരൂപിക്കുന്നതിന് തിരക്കിലാണ്. പിന്നെ ഗാന്ധിജിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നതും വേലുക്കുട്ടി അരയനാണ്. ഈ വൈക്കത്ത് വെച്ച് വേലുക്കുട്ടി അരയനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ആ അറിവ് നമുക്കുമുണ്ട് ദേവ. തർജ്ജമയ്ക്ക് ശേഷം ജലമാർഗം തണ്ടും വങ്കായും ഉപയോഗിച്ച ഓടിവള്ളം വൈക്കത്തിൻ്റെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കൊല്ലത്തിന് പറക്കും. അതിൽ ആരുമറിയാതെ വേലുക്കുട്ടി അരയനുണ്ടാവും. ഈ രഹസ്യമറിയാത്ത പോലീസ് വെറും നോക്കുകുത്തി. ഏൻ കണ്ട് പട്ടക്കണ്ണടയും വെച്ചുണ്ട് ജനങ്ങൾക്കിടെ ഇടയിൽ കൂടി ഗാന്ധി പോണതേ കണ്ട് വന്നതും കണ്ട്. ഗാന്ധിജി മാത്രമല്ല, പിന്നെ
പണ്ഡിറ്റ് കറുപ്പൻ, ആ, AP കേശവ മേനോൻ, എല്ലാരെയും കണ്ട് അവിടുന്ന് നടന്ന് തിരക്കിനോട് അടുത്തുകൂടി ചെന്നപ്പോ ആ പലകയുടെ അടുത്ത് ചെന്നതേ ഓർമ്മയല്ലേ. ഏതാണ്ട് എഴുതി വെച്ചേക്കണ ഒരു പലക, അതാണ് തീണ്ടാപ്പലക. ആ അതിന്റെ അടുത്ത് ചെന്നപ്പോ മുഖം പൊത്തി ഒറ്റാടി കണ്ണി കൂടി പൊന്നീച്ച പറന്നുപോയി. അവളെന്നെ മേടിച്ചോണ്ട് വന്നൊരു മാലയാണ്. ഏനിപ്പോ ഇത് ആർക്ക് തരും? ആർക്ക് തരും? മനസ്സ് നിറയെ പൂമാലയുമായി വന്ന പാവങ്ങൾ സ്വീകരിക്കൂ ദേവ. ഇത് ഞാൻ പങ്കുവെക്കുന്നു. സന്തോഷായി, സന്തോഷായി, ഏത് സന്തോഷായേ. ഇനി എല്ലാരും പറയണത് കേട്ടിട്ട് ഏനി വൈക്കത്തിന്ന് പോണുള്ളൂ. തെത്തിന്ന തക തെയ്യന്നം തെയ്യന്നം താരോ തക തെത്തിന്നം തെയ്യന്നം. കേട്ടില്ലേ ദേവ? ജനങ്ങളും പ്രകൃതിയും ആമചാടിത്തേവന്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്നു. തുടങ്ങിക്കോളൂ ദേവ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയാണ്. ഈ സമരം ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള സമരമല്ല. അടിച്ചമർത്തപ്പെട്ടവൻ്റെയും മാറ്റി നിർത്തപ്പെട്ടവൻ്റെയും അവകാശ പോരാട്ടമാണ്. പുതുവഴികളും മഹാക്ഷേത്രങ്ങളും നമുക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് മുന്നിലുള്ള ഈ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. കണ്ണടച്ചിരുട്ടാക്കുന്ന ഈ അന്ധതയ്ക്ക് മുമ്പിൽ നമുക്ക് കണ്ണുകൾ തുറക്കാം. ഈ ചട്ടി നാളെ നിനക്ക് പിറ്റേന്നാകുമായിരിക്കും. കമ്മട്ടിച്ചാറിനും ചുണ്ണാമ്പുവെള്ളത്തിനും യാമചാടിച്ച് അവൻ അന്ധനാക്കാൻ കഴിയും. പക്ഷേ കണ്ണിലെരിഞ്ഞു കത്തുന്ന തീപ്പന്തങ്ങളുമായി ആയിരങ്ങൾ ഇവിടെയുണ്ട്. പ്രതിബന്ധങ്ങളുടെ നെടുങ്കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാത്തവന്റെ സംഘശക്തിയുടെ ഉണർന്നു കഴിഞ്ഞു. അവരോടൊപ്പം എന്നും ഈ യാമചാടിത്തെ അവനുണ്ടാവും. ദേവനൊരു ധീരൻ, നാളെയുടെ നാടിന്റെ നാഥൻ. ദേവനൊരു ധീരൻ, നാളെയുടെ നാടിന്റെ നാഥൻ. അടികൊണ്ടു നീറുമീ നൊമ്പരങ്ങൾ ഇടിമുഴക്കങ്ങളായി പെയ്തിടട്ടെ. ഇടനെഞ്ചിലുതിരുമീ നെടുവീർപ്പുകൾ ഒരു കൊടും കാറ്റായി പെയ്തിടട്ടെ. നാവരിയും നാളുകൾ നാടു നീങ്ങി നാടിന്റെ നാവായി നാം ഉണർന്നു. നാവരിയും നാളുകൾ നാടു നീങ്ങി നാടിന്റെ നാവായി നാം ഉണർന്നു. ദേവനൊരു ധീരൻ, നാളെയുടെ നാടിന്റെ നാഥൻ. ദേവനൊരു ധീരൻ, നാളെയുടെ നാടിന്റെ നാഥൻ.
ഈ നാടകകലാകാരന്മാരെ ആദരിക്കുന്നതിന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് മോഹനേന്ദ്ര സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഴുവൻ നാടക പ്രവർത്തകരും മുന്നിലേക്ക് കയറി നിന്ന് ആദരവ് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ കലാകാരന്മാരും ഈ മുൻപിലെ തട്ടിലേക്ക് കടന്നു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനുശേഷം ഈ വേദിയിൽ ഒരു കഥാപ്രസംഗം അരങ്ങേറും. അതിനുശേഷമായിരിക്കും നാടകം. മുഴുവൻ കലാകാരന്മാരും മുന്നിലേക്ക് കടന്നു വരണം. കലാകാരന്മാർ തങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആമചാടി തേവൻ എന്ന വൈക്കം സത്യാഗ്രഹത്തിലെ മറക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിലിനെ പ്രതിനിധീകരിച്ച് ഇവിടെ ഈ നാടകം അഭിനയിച്ച അഭിനേതാക്കൾക്ക് ഈ സമ്മാനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ബഹുമാന്യരെ, എല്ലാവരുടെയും അനുഗ്രഹാശിസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ വായനശാലയുടെ സെക്രട്ടറിയാണ് ടി.എം. രാമചന്ദ്രൻ. അദ്ദേഹമാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും ഗാനരചന പിന്നെ ചാത്തനായിട്ട് അഭിനയിച്ചത് സുലാലാണ്. ഞങ്ങളുടെ ലൈബ്രറിയുടെ മെമ്പറാണ്, കലാവിഭാഗം കൺവീനർ കൂടിയാണ്. പിന്നെ ഇതിൽ തേവനായിട്ട് അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ. ഹലോ, എൻ്റെ പേര് റെജിമോൻ. ഞാൻ സാധാരണ ഒരു തൊഴിലാളിയാണ്. എൻ്റെ പേര് ഷൈമോൻ. ടി.കെ. മാധവനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എൻ്റെ പേര് വിനീത റെജിമോൻ. എൻ്റെ പേര് മാധവൻ പുരുഷൻ, തിരുവാണിയൂർ ആണ് വീട്. എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്, ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്.